സർവാംഗം നാഗാഭരണഭൂഷിതം നമാമി ശിരസാദേവം കിം നോ മൃത്യുകരിഷ്യതി. തസ്മാജ്ഞാൻ സർവസാമാജിരഞ്ജനെ സ്വന്താം തീയഞ്ജനെ തസ്മാദജായജന്തദേവ താനി ധർമാണി പ്രഥമൻ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത്രയും നേരം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വേറെ കണ്ടല്ല, അമ്പലത്തിൻ്റെ വോയിസ് ഉള്ളതുകൊണ്ട് വോയിസ് ഒരുപാട് നോയ്സ് ഇടുന്നുണ്ടല്ലോ, കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. നോക്കണ്ട, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ഐഷു ഇല്ല. ഐഷു ഒരു കല്യാണത്തിന് വേണ്ടി പോയിരിക്കുകയാണ് കോഴിക്കോട് വരെ. പിന്നെ അവളില്ലാത്തതുകൊണ്ട് വിഷയതാരത്തിൽ ഒരു മാറ്ററാണ്. പിന്നെന്താ പറയുക, ശരിക്കും ഐഷുവിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് മോർണിംഗ് വാക്ക്. പിന്നെ പറയാനുള്ളത്, ഇന്ന് 21 days ചലഞ്ചിലെ 9th day ആണ്. 9th day ഇവിടെ മോർണിംഗ് ആയി വരുന്നതേ ഉള്ളൂ. കുറച്ച് നേരമായി കേട്ടോ നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ. നമ്മളിവിടെയാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇന്ന് പറയാനുള്ളത്, ശരിക്കും അതായത് ഈ ഓൺ കമ്പനി അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. എനിക്കെപ്പോഴും ചുറ്റിന് ആൾക്കാർ വേണം, കലപില ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കണം. ഞാൻ സപ്പോർട്ട് ചെയ്യും ചിലയ്ക്കുമ്പോൾ. ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ആകെ ബോറാണ് ഗൈസ്. എന്താ പറയാൻ, നല്ല രസമായിരുന്നു. ആവശ്യമുള്ളപ്പോൾ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് ഇന്നത്തെ ഒരു പ്രത്യേകത എല്ലാവരും ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ പുതിയ ഒരു ഓൺലൈൻ ഷോപ്പിംഗ്, അതായത് ആർട്ടിഫിഷ്യൽ ജുവൽസ്, അതിൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ പേര് അരോഹ അഡോൺമെൻറ്റ്സ് ബൈ ആദ്യ എന്നാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ പുതിയൊരു സംരംഭം വിജയിക്കാനായി എല്ലാവരും എന്നോടൊപ്പം നിൽക്കില്ല അല്ലേ. പിന്നെ നമുക്കിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്താ പറയാനുള്ളത്, അതായത് പറയാം, ഒരാൾ കടന്നു വരുന്നു, പൊക്കോട്ടെ, ആളെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വല്ല പ്രാന്ത് വല്ല ആയോന്ന്. മറ്റേത് ആയുഷ് കൂടേണ്ടപ്പോൾ വിഷയമില്ലായിരുന്നു, തമ്മിൽ സംസാരിക്കുന്നല്ലേ എല്ലാം വിചാരിക്കുകയുള്ളൂ. എല്ലാവരും വിചാരിക്കും അതിനാലെ ഈ കൊച്ചു മൊബൈലും പിടിച്ചുകൊണ്ടിത് എങ്ങോട്ടാ മൊബൈൽ മാനിയാണെന്നും എല്ലാം വിചാരിക്കും. പിന്നെ ഞാനിതാ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വീട്ടിലേക്കെത്താൻ ഇനിയും കുറച്ച് സമയം കൂടെ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വിചാരിച്ചത്, പക്ഷേ അമ്പലത്തിൻ്റെ പരിസരത്തൂടെ ഞാൻ നടന്നു വന്നത്. അന്നേരം നല്ല വായനയുടെയൊക്കെ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്തൊക്കെയാണ്, ഐഷു വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും വിഷയമൊക്കെ കിട്ടിയേനെ. ഐഷു ഇല്ലാത്തതുകൊണ്ട് ആകെ പിന്നെയും പറയാം, ഐഷുവിനെ മിസ് ചെയ്യുന്നത് കേട്ടോ, ഭയങ്കര ബോറിങ്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന ഒന്നും ഇഷ്ടമല്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാണ്. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ഉണ്ടാവും. ഹെൽപ്പ് മാത്രമല്ല, നമ്മളെല്ലാവരുമായിട്ടും ഡീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാരാണെങ്കിലും നല്ല ആൾക്കാരാണെങ്കിലും. ആവശ്യമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറാണ് ഗൈസ്. എന്ത് പറയണമെന്ന് അറിയത്തില്ല, ഒന്നും കിട്ടുന്നില്ല ഒന്നും. ഇന്നൊരു ഹായ് പറയാനായിട്ട് ഒരു പരിചയക്കാരെ പോലും കാണുമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ പരിചയക്കാരായിരിക്കും. എനിക്കിങ്ങനെ അത്രയ്ക്കും പരിചയമില്ല. അതും ഒരു ജാടയായിട്ട് കണക്കാക്കരുത് ഗൈസ്. അതായത് ഇങ്ങനെ പുറത്തധികം ഇറങ്ങി ശീലമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ നമ്മളെപ്പോഴും അടുത്തുള്ളവരെയൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അവരോട് നല്ല കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം കേട്ടോ. നമ്മുടെ കുട്ടികളായാലും അതൊക്കെ കണ്ടു വളരണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക,
എല്ലാവരുമായിട്ടും നമ്മൾ മാക്സിമം സോഷ്യലായിരിക്കണം. അങ്ങനെ സോഷ്യലായിട്ട് ഇടപെടുത്താൽ ഒരു നല്ല എന്താ പറയുക, വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ ആകെ നമ്മുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും എല്ലാവരും നല്ല മാറ്റം വരും. ഇവിടെ കുറേ കൂട്ടുകാരന്മാരതേ വരുന്നുണ്ട്. തുടങ്ങി കുറയ്ക്ക് അവരെൻ്റെ മൊബൈൽ കണ്ട് പേടിച്ചു വിടുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ചൂടാ ഐസിലുണ്ടെങ്കിൽ നല്ല കിട്ടായിരുന്നു. കടി കിട്ടായിരുന്ന മതി ഗൈസ്. എന്താണ് ഇവർ നോക്കുന്നത്? എങ്ങനെ വന്നാൽ ഞാൻ ഫോട്ടോ എടുക്കും കേട്ടല്ലോ. ഓടിക്കും. ഇവിടുത്തെ ഹാപ്പി മോർണിംഗ് കണ്ടോ ഗൈസ്. പട്ടിക്കുട്ടികൾ പറയുന്നത് എഴുതണ്ടോ നോക്കട്ടെ. അവിടെ നിൽപ്പുണ്ട്. ഇതെന്താ സംഭവം? ചിലപ്പോൾ അവൻ പേടിച്ചതായിരിക്കും. മേബി വീഡിയോ എടുക്കുന്നത് കണ്ടുവെല്ലാം പേടിച്ചതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വിഷയമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വേറെ വിഷയങ്ങൾ വന്നു തുടങ്ങി. ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, വിഷമം മാറിയിട്ടൊന്നുമില്ല. വിഷമമൊക്കെ ഉണ്ടെന്നാലും നമ്മളിതാ ശ്മശാന മൂകത ഉള്ള ഏരിയ, ശ്മശാനമാണ് കേട്ടോ. അതിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ആ പട്ടികൾ വീഡിയോ കണ്ട്, പട്ടികൾ മീൻസ് ശരിക്കും പട്ടികൾ തന്നെയാണ്, വീഡിയോ കണ്ട് ഓടിയത്. ഇനി ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോ പാവങ്ങളെ? എന്താണ് പാവം ആത്മാക്കൾ മാത്രമേ എളുപ്പക്കൂട്ട്. എനിക്ക് ഐശ്വര്യമില്ലല്ലോ ദൈവമേ. ഐശ്വര്യ പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. എൻ്റെ നടത്തം തീരാറാവുന്നു. പട്ടികളെടുത്തിട്ട് കടിക്കുമെന്ന് വിചാരിച്ച് ഈശ്വരാ രക്ഷപ്പെട്ടു. വേറെ ഒരു ഫ്രണ്ട്ഷിപ്പ് നോക്കൂ. ആ കൊക്കും ആ പശു കുട്ടിയും കൂടെ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വേളങ്ങാട്ടുകരയിൽ ക്ഷേത്രമാണ്. പണ്ട് മുതലേ ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന് ഓടിക്കളിച്ച് വളർന്ന ക്ഷേത്രമാണ്. ഗൈസ് ഇങ്ങോട്ട് വരുമ്പോഴേ നല്ല കർപ്പൂരം ചതരത്തിരിയും വേണം. അമ്പലത്തിൽ കയറണം നമുക്ക് വിചാരിച്ച ആവശ്യമില്ലാത്തതുകൊണ്ട് കയറിയില്ല. ആഹാ, എൻ്റെ കുറേ കൂടെ സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നത് കണ്ടോ ഗൈസ്? രസമുണ്ടല്ലേ? പിന്നെ ഞാനിതാ നടന്ന് തീരാറായി. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഇന്നധികം കോമഡി ഒന്നും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാനാ, ആവശ്യമില്ലാതായിപ്പോയി. ആയുഷ് വേദന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നാലും 21 days ചലഞ്ച് ഞാൻ മാറ്റത്തില്ല ഗൈസ്, മാറ്റത്തില്ല.